CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുക എന്നുള്ളൊരു സമീപനം മാത്രമാണ് അവർ സ്വീകരിക്കുന്നത്. അതിൽ പൂർണ്ണമായും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. UDF-ന്റെ വിജയത്തെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, UDF-ന്റെ വിജയത്തിന് ആക്കം കൂട്ടും. നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അനൗൺസ്മെന്റ് വിവാദമാണ് കൊഴുക്കുന്നത്. അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായി TP രാമകൃഷ്ണന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതേസമയം UDF പ്രവർത്തകർ ആരോപിക്കുന്നത് മുൻപ് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഷാഫി പറമ്പിൽ MPക്കെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ആരോപണം ഉയർന്നിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പേരാമ്പ്രയിലും സംഭവിക്കുന്നുള്ള ഒരു കടുത്ത ആരോപണം പോലും UDF പ്രവർത്തകരും UDF ക്യാമ്പും ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് KPCC അംഗം KP ബാബു ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന്. വടകരയിൽ സത്യത്തിൽ ഷാഫിയെ പ്രതികൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ആ കാഫർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കിയിരുന്നത്. പക്ഷെ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. പക്ഷെ ഇന്നുവരെ അതിന്റെ പ്രതിയെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഫാത്തിമ താലിയെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. ഇപ്പൊ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവനെ കൊണ്ടേ പോകും എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തിൽ അവർക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. പേരാമ്പ്ര എന്ന് പറയുന്നത് ലീഗ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. വർഷങ്ങളായിട്ട് അവിടെ TP ആണ് മത്സരിച്ച് വിജയിച്ചുകൊണ്ട് LDF ആണ് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരാജയ ഭീതിയിലാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് കരുതുന്നത്. 100% പരാജയ ഭീതിയിലാണ്. ഇപ്പൊ കോഴിക്കോട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയെ നമ്മൾ പരിശോധിച്ചാൽ 13 സീറ്റിൽ 10 സീറ്റിലും UDF ആണ് മുന്നേറുന്നത്. പേരാമ്പ്രയിലൊക്കെ UDF ആണ് മുന്നേറിയിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഭീതിയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ കേരളത്തിലുണ്ടാകുന്ന പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഇടതുപക്ഷത്തെ പ്രതികൂട്ടിലാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭീതിയിൽ നിന്ന് ഏത് വിധേനയും ഏത് കാർഡ് ഉപയോഗിച്ചു, ഹിന്ദു കാർഡാണെങ്കിൽ ഹിന്ദു കാർഡ്, മുസ്ലിം കാർഡാണെങ്കിൽ മുസ്ലിം കാർഡ്, അത് ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുക എന്നുള്ളൊരു സമീപനം മാത്രമാണ് അവർ സ്വീകരിക്കുന്നത്. അതിൽ പൂർണ്ണമായും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പേരാമ്പ്രയിൽ UDF-ന്റെ സാധ്യതകൾ എങ്ങനെയാണ്? പേരാമ്പ്ര സത്യം പറഞ്ഞാൽ KG അടിയോടിയുടെ ഒരു കാലത്തേക്ക് UDF തിരിച്ചു വരാൻ പോകും. വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം UDF തിരിച്ചു പിടിക്കും. അതിന് യാതൊരു തർക്കമില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിന്റെ റിഹേഴ്സൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടും, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഈ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ കോൺഗ്രസ്സുകാർ വലിയ രോഷത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു. 100% പ്രതിഫലിക്കും. അതായത് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് വന്ന ഫലം തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഘട്ടത്തിലും ഷാഫിയെ ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഇഷ്യൂ ഉണ്ടായപ്പം അനാവശ്യമായ ഷാഫിയെ തടയുന്ന സംഭവം ഉണ്ടായി. പിന്നെ പേരാമ്പ്രയിൽ ഷാഫിയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. രാഷ്ട്രീയ പ്രതിയോഗികളെ ആശയപരമായി നേരിടുക എന്നല്ലാതെ അവരെ അടിച്ചൊതുക്കുക, അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു സമീപനം ശരിയല്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു സമീപനം കൈക്കൊള്ളത് കൊണ്ട് ജനം അതിനെതിരായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പേരാമ്പ്രയിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. അതൊന്നും UDF-ന്റെ വിജയത്തെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, UDF-ന്റെ വിജയത്തിന് ആക്കം കൂട്ടും.